السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة വല്ലാഹു അസീസുൻ ഹക്കീം. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസിലാണ് ഈ ഒരു വൈകുന്നേര സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന ഈമാൻ, അതുമാത്രമാണ് നമ്മളെ ഏതൊരു നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നതും ഏതൊരു തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നതും അതാണ്. ആ വിശ്വാസം ദുർബലമാകുമ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും. ആ ഈമാനിൻ്റെ അംശം നിലനിൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഇത്തരം ഒരു സംഗമത്തിൽ ഞാനുണ്ടാകണം, എൻ്റെ മനസ്സുകളിൽ വിചാരവും ആ സദസ്സ് പ്രദാനം ചെയ്യാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ നല്ലൊരു നീയത്തോടുകൂടെയാണ് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ ഒരു മഹാസദസ്സിൽ ആളുകൾ ഉണ്ടാകുമോ, കേൾക്കാൻ ആളുകൾ വരുമോ എന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചായിരിക്കും ഇന്നലെ രാത്രി പോലും ഇതിൻ്റെ സംഘാടകർ ഉറങ്ങിയിട്ടുണ്ടാവുക. സ്വാഭാവികമായും ഏറെ മാനസികവും ശാരീരികവുമായ അധ്വാനങ്ങൾ ചിലവഴിച്ച് ഇത്തരം ഒരു ദീനീ സംഗമം സംഘടിപ്പിക്കുകയും അതതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഇത്തരം ഒരു സന്ദർഭത്തിൽ നമ്മുടെ യാത്രയും ഇത് സംഘടിപ്പിച്ചവരുടെ അധ്വാനവും ഞങ്ങളുടെ എല്ലാവരുടെയും സംസാരങ്ങളും അല്ലാഹു നമുക്ക് പ്രയോജനപ്പെടുന്ന ഇരട്ടി പ്രതിഫലം നൽകുന്ന വാക്കുകളായി, കർമ്മങ്ങളായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. കുടുംബത്തെ കുറിച്ചാണ് പറയാനുള്ളത്. മുഖവരുകളില്ലാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുടുംബം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ ഇല്ലാത്ത ഒരാളും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ല. അതൊരു പക്ഷേ കുടുംബത്തിൻ്റെ വേദനയാകാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരു സന്തോഷമാകാം. എൻ്റെ മകൾക്ക് ഇപ്രാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻട്രൻസ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു മോള് വിവാഹമോചിതയായിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അടുത്തൊരു കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ദുഃഖത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ എന്തെങ്കിലും ഒരു വർത്തമാനം പറയാനില്ലാത്ത ഒരാളും ഈ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് തന്നെ കുടുംബത്തെക്കുറിച്ച് പറയാൻ മുഖവുരകൾ വേണ്ട. അതെന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഒരു വികാരമാണ്. ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ, കനപ്പെട്ട വേദനകൾ, മനസ്സിനെ താങ്ങാൻ പറ്റാത്ത വേദനകൾ കുടുംബത്തിൽ നിന്നാണ് കേൾക്കേണ്ടി വരുന്നത് എന്നതാണ് ഒരു വസ്തുത. എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളും നല്ല ജീവിതാവസ്ഥയിലാണുള്ളത്. പക്ഷെ 1 വർഷമായി എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയില്ല. അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു. ആ ഭാര്യയോടൊപ്പം അയാൾ ജീവിക്കുന്നു. അതൊക്കെ എനിക്ക് സഹിക്കാനാവും. പക്ഷെ എനിക്ക് സഹിക്കാനാവാത്തത്, അയാൾ ഇപ്പോൾ പറയുന്നത് എനിക്ക് ജനിച്ച 3 മക്കളും എൻ്റേതല്ല എന്നാണ്.
അങ്ങനെയൊക്കെ പറയുമ്പോൾ സഹിക്കാനാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കനപ്പെട്ട വേദനകൾ നമ്മൾ കേൾക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. മറ്റൊരു ഉമ്മ പറയുന്നു, മോൾക്ക് 25 വയസ്സായി, നല്ല നല്ല വിവാഹാന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവൾ തയ്യാറല്ല. ഞങ്ങൾ പറഞ്ഞു നോക്കി, സംസാരിച്ചു നോക്കി. അടുത്തൊരു ദിവസം ഒരു ബന്ധം വന്ന് ആ ബന്ധം ഏകദേശം നടക്കാൻ സമയമായപ്പോൾ അവൾ പറഞ്ഞു, ഈ വർഷം എനിക്ക് പറ്റില്ല, അടുത്ത വർഷം വേണമെങ്കിൽ ആലോചിക്കാം. മുമ്പത്തേതിനേക്കാളും എന്തോ ഒരു മടി. വീട്ടിൽ വരുമ്പോൾ ഞാൻ രാവിലെ വിളിച്ച് നിസ്കരിക്കാൻ വേണ്ടി പറയുമ്പോൾ അവൾ പറയും, അതിലൊന്നും വലിയ കാര്യമില്ല അമ്മ. അതും കൂടെ കേട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത വേദന. ഇതിനേക്കാളും വേദനിക്കാൻ എന്താണ്? ഒരു മകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്ന 2 സ്വപ്നങ്ങളാണ് ഇവിടെ കരിഞ്ഞുണങ്ങാനിരിക്കുന്നത്. ഒന്ന്, അവൾ നല്ലൊരു വിവാഹത്തിലേക്ക് എത്തണം. അതിന് അവൾ തയ്യാറല്ലെന്ന് പറയുമ്പോൾ ഒരു ഉമ്മയുടെ കരള് പൊട്ടിപ്പോയി. ഇതുവരെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമസ്കരിപ്പിച്ച് കൊച്ചു തട്ടമിട്ട് മുഖമക്കനയിട്ട് കൊണ്ടു നടന്ന മകൾ പ്രായപൂർത്തിയായി നല്ല കോളേജിൽ ഉയർന്ന ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ദീനിനെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്നും വലിയ കാര്യമല്ല ഉമ്മ എന്ന് പറയുമ്പോൾ മനസ്സ് വേദനിക്കാതിരിക്കും. ഏറ്റവും വേദനിക്കുന്ന വർത്തമാനങ്ങൾ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ സന്തോഷവും കുടുംബത്തിൻ്റെ സമാധാനവും തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനം. കാരണം കുടുംബത്തിലുണ്ടെല്ലാം. ജീവിക്കാൻ നമ്മൾ ഇന്നത്തൊരു ദിവസം പൂർത്തിയാക്കി നാളെ പുലരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ചില പ്രതീക്ഷകളെ കൊണ്ടാണ്. ഒരു പ്രതീക്ഷയുമില്ലെങ്കിൽ നാളെയെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമോ? അപ്പോൾ കുടുംബം പ്രതീക്ഷകളുണ്ട്. നമ്മുടെ മക്കൾ ജയിച്ചു പോകും, അവർക്ക് വിവാഹമുണ്ടാകും, ഒരു മകൾ പ്രസവിക്കാനായിട്ടുണ്ട്, പുതിയൊരു പേരക്കുട്ടി ഉണ്ടാകും, പുതിയ വീടിൻ്റെ പണി തീരാറായി, അങ്ങോട്ടേക്ക് താമസം മാറും. എത്രയെത്ര പ്രതീക്ഷകളാണ് കുടുംബം നമുക്ക് തരുന്നത്. ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിൽ പ്രതീക്ഷകൾക്ക് വലിയ, ആ പ്രതീക്ഷകളെല്ലാം കുടുംബത്തിലാണ്. ഇനി മനസ്സിന് വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലോ അതൊക്കെ പറയാൻ, പുറത്തു പറയാതെ, അതിനെ ദുരുപയോഗപ്പെടുത്താതെ പങ്കുവെക്കാൻ നമുക്ക് നമ്മുടെ ഭർത്താവുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്. ഇതൊക്കെയാണ് എന്തെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് തണലേകുന്നുവോ, സമാധാനം പകരുന്നുവോ, അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണെന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിങ്ങനെ വരാനുള്ളൊരു കാരണത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഇസ്ലാം ദീന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സുഹൃത്ത് റഷീദ് കുട്ടമ്പൂർ കുറേ സമയം വളരെ ആധികാരികമായി തന്നെ ഇസ്ലാമിൻ്റെ പ്രസക്തിയും അതിൻ്റെ പ്രയോജനവും അതിൻ്റെ മഹത്വവും എല്ലാം ഇവിടെ പറഞ്ഞു. സത്യത്തിൽ ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് 2 ലോകത്തുമുള്ള സൗഭാഗ്യ ജീവിതമാണ്. ഇവിടെയും നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കണം, പരലോകത്തും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനവും സന്തോഷവും സൗഭാഗ്യവും ഇവിടെ കിട്ടണമെങ്കിൽ അത് കുടുംബങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതുകൊണ്ട് കുടുംബ ജീവിതത്തിന് വളരെ വലിയ പ്രാധാന്യവും മഹത്വവും ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വഹീനെ കുറിച്ച്, ദിവ്യ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അള്ളാഹു പറയുന്നത്, എൻ്റെ അടുക്കുന്നുള്ള മാർഗദർശനങ്ങൾ വന്നാൽ അതവൻ പിൻപറ്റിയാൽ അതന്നെയല്ലേ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ. അവൻ വഴിതെറ്റിപ്പോവുകയില്ല, അവൻ കഷ്ടപ്പെടുകയില്ല. അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാ, വഴിതെറ്റിപ്പോവില്ല എന്ന് പറഞ്ഞത് ദീനിലും വഴിതെറ്റൂല, ദുനിയാവിലും വഴിതെറ്റൂല. അവൻ കഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞപ്പോൾ ദുനിയാവിലും കഷ്ടപ്പെടൂല, പരലോകത്തും കഷ്ടപ്പെടൂല. 2 ലോകത്തും കഷ്ടപ്പാടില്ലാത്ത സൗഭാഗ്യ സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകാൻ, അതിനാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് തന്നെയാണ് കുടുംബം. കാരണം സൗഭാഗ്യകരമായ ഒരു ജീവിതം നമുക്ക് ഇവിടെ കിട്ടാനും പരലോകത്ത് കിട്ടാനും കുടുംബത്തിന് വലിയൊരു പങ്ക് അതിൽ നിർവഹിക്കാനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നാടിന് നന്മ വരുത്തുന്നത് ഒരു കുടുംബമാണ്, അല്ലേ? ഇവിടെ ഒരു കുട്ടി നന്നായിട്ട്, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കണ്ണൂർക്കാരനായ ഒരു കുട്ടി നന്നായി ഇസ്ലാമികമായി ഒരു അരമണിക്കൂർ ഇവിടെ ഒരു പ്രഭാഷണം നടത്തിയാൽ നിങ്ങൾ ചോദിക്കില്ലേ, അവൻ ആരെ മകനാണ്, ഏത് കുടുംബത്തിലാണ്, ഏത് വീട്ടിലാണ്? കാരണം ആ ഒരു നല്ല കുട്ടിക്ക് പിന്നിൽ, ആ പ്രബോധകന് പിന്നിൽ, ആ നല്ല മനുഷ്യന് പിന്നിൽ ഒരു കുടുംബമുണ്ടാകും, ഒരു ഉമ്മയുണ്ടാകും.
ഒരു വാപ്പയുണ്ടാകും. നന്മ വരുത്താൻ അതുണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമ തരണം. അതിന്റെ അവസാനമാണ് ശ്രദ്ധിക്കേണ്ടത്. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നീ ഇമാമാക്കണം. മുത്തഖിയാക്കണം എന്നല്ല, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് പിന്തുടരാവുന്ന മാതൃകകളുള്ള, അവർക്ക് മാതൃകയാക്കാവുന്ന നന്മയുടെ മാതൃകകളാക്കി, നന്മയുടെ പ്രതീകങ്ങളാക്കി മാറ്റണം എന്നാണ് ഇമാം നാസിർ സഅദി റഹ്മഹുല്ല അത് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, അവന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ഈ സമൂഹത്തിനും സമുദായത്തിനും മുഴുവനായി നന്മ വരാൻ ആ പ്രാർത്ഥനയിലുണ്ട്. മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്നെ എന്ന് പറയുമ്പോൾ ഒരു നല്ല സമൂഹത്തിന്റെ സൃഷ്ടി, എല്ലാവരിലും നന്മ വരാനുള്ള ഒരാഗ്രഹവും ഒരു പ്രാർത്ഥനയും അതിലുണ്ട് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ ഓരോ കുടുംബത്തെയും നാം മാതൃകാ കുടുംബങ്ങളാക്കി മാറ്റുമ്പോൾ തീർച്ചയായും ആ മാറ്റം വലിയ മാറ്റമാണ്. നാട്ടിൽ മുഴുവനും നന്മ വരാനും മാറ്റങ്ങൾ ഉണ്ടാകുവാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നന്മ വരാനും സുരക്ഷിതത്വം വരാനും ഒരു കുടുംബം വേണം. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ? ഓരോരുത്തരെയും നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് ആരാണ് സുഹൃത്തുക്കളെ? നിയമപാലകന്മാരാണോ, ഭരണകൂടമാണോ? അവർക്കൊക്കെ ഒരു പങ്കുണ്ട്. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ നല്ലവനായി തീരുന്നിടത്ത് അവന്റെ നന്മതിന്മകളെ നിരീക്ഷിച്ച് തിരുത്താനും കൂടെ നിൽക്കാനും ഉപദേശിക്കാനും ഒക്കെ ആരാണ്? ഒരു വീടുണ്ട്, ഒരു ഉമ്മയുണ്ട്, ഒരു വാപ്പയുണ്ട്. ഓരോ വ്യക്തിയെയും നിയന്ത്രിച്ച് നന്നാക്കി എടുക്കുന്നതിലും ഒരു കുടുംബത്തിന്റെ പങ്ക് വലുതാണ്. ആ കുടുംബം അത് ശരിയായി നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മുഴുവനുമുള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ ഉത്തരവാദിത്വത്തോടുകൂടെ തെർബിയത്ത് ലഭിക്കാത്ത ഒരു കുട്ടി മാത്രം നമ്മുടെ പ്രദേശത്തുണ്ടായാൽ മതി നമ്മുടെ നാട് മുഴുവൻ നശിക്കാൻ. അപ്പോൾ ഒരു കുടുംബത്തിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. പറഞ്ഞാലേറെ പറയാനുണ്ട്. ഞാൻ ഇസ്ലാം ഒരു കുടുംബത്തിന് എന്തുകൊണ്ട് പ്രാധാന്യവും പ്രസക്തിയും നൽകി എന്ന് പറയാനുള്ള ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ പറയാം. സത്യത്തിൽ നമ്മളെ വ്യക്തിപരമായും എല്ലാ നിലക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വികാരങ്ങൾ, ലൈംഗികമായ വികാരങ്ങൾ. ഇതെല്ലാ മനുഷ്യരുടെയും, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമാണ്. എത്രമാത്രമെന്ന് ചോദിച്ചാൽ, ഇതാ ഫസദൻ നളർ, ഒരു നോട്ടത്തിൽ ഒരു കുഴപ്പം പറ്റിയാൽ എന്താണ്? ഫസദത്തിൽ ഖൽബ്, ഹൃദയം അതോടുകൂടെ തകരാറാവും. ഒരു നോട്ടം, എപ്പോഴെങ്കിലും ഒരു നോട്ടത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ ഹൃദയം തകരാറാകുമെന്നാണ് പറയുന്നത്. എത്രമാത്രമാണ് സുഹൃത്തുക്കളെ നമ്മുടെ വ്യക്തി ജീവിതത്തെ, ഒരു വൈകാരികമായ രംഗത്തിലെ ഒരു അവിഹിത നോട്ടം എത്രമാത്രം മനുഷ്യന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മാനസിക വികാരങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു വെച്ചൊരു മാർഗം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരാണിനും പെണ്ണിനും പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുക, പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കുക. എങ്ങനെയുമാകാം, സ്വന്തം ഇണയോട് എങ്ങനെയുമാകാം, സ്വന്തം ഭർത്താവിനോട് എങ്ങനെയുമാകാം. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. അവർ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും, എന്നാൽ ഒരു സൂക്ഷ്മതയും അവർ പുലർത്തേണ്ടതില്ല. ആരാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ ഒരു സൂക്ഷ്മതയും പുലർത്തണ്ട. എന്തൊക്കെ വൈകാരികമായ വൈകൃതങ്ങളും സ്വപ്നങ്ങളും മനസ്സിലുണ്ടോ അതിലൊക്കെ നിരോധിക്കപ്പെട്ട ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലാം ആകാം. എങ്ങനെയും കാണാം, എങ്ങനെയും അനുഭവിക്കാം. അതൊരു കുടുംബത്തിലൂടെ സുരക്ഷിതമായിട്ടാണ് അള്ളാഹു അനുവദിച്ചത്. ഒരു കുടുംബം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒരു കാരണം തന്നെ ആ ശാരീരിക വൈകാരിക ബന്ധങ്ങളുടെ നിർവഹണമാണ്. അയാൾ സ്വസ്ഥനായിരിക്കും. അത് ഭംഗിയായി നിർവഹിക്കുവാൻ അവസരമുള്ള ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും ഈ ലോകത്ത് ഏറ്റവും അധികം സ്വസ്ഥത അനുഭവിക്കും. മാനസികമായ അസ്വാസ്ഥങ്ങളിൽ നിന്ന് അവർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടും. ഒരു കുടുംബം നമുക്ക് നൽകുന്ന സുരക്ഷ, സമാധാനം, സൗഭാഗ്യം എത്രയാണെന്ന് ഒരുപക്ഷെ പറയാനാവാത്തതാണ് സുഹൃത്തുക്കൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് നമുക്കുണ്ടല്ലോ അല്ലേ? ഞാനൊരു വീടിനെ കുറിച്ചാണ് പറയുന്നത്, സ്വന്തമായൊരു വീട്. ആ സ്വന്തമായ വീടിലെ സൗകര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ പൂച്ചെടികളെക്കുറിച്ചും അവിടുത്തെ ഡൈനിങ് ഹാളിനെ കുറിച്ചും അവിടുത്തെ അലങ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ വീടില്ലാത്ത ഒരുത്തിനോട് പറയുമ്പോൾ അവൻ എന്താ വിചാരിക്കുക?
ഒരു വീട് എനിക്കുണ്ടെങ്കിൽ എനിക്കും ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകാമായിരുന്നു എന്നാണ്. എന്ന സുഹൃത്തുക്കളെ, നമുക്കൊക്കെ കുടുംബമുണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ പോലും അവർ കുടുംബത്തിന്റെ ഭാഗമല്ലേ? അവർക്ക് വാപ്പയില്ലേ, ഉമ്മയില്ലേ? നമുക്കെല്ലാവർക്കും ഈ കുടുംബമുണ്ട്. പക്ഷേ ആ കുടുംബത്തിന്റെ സമാധാനവും ആ കുടുംബത്തിന്റെ സന്തോഷവും നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ആ ആത്മപരിശോധനയാണ്. ഒരു പക്ഷെ അല്പം ഭാവനയോടുകൂടെയാണ് ആ വിഷയം അവിടെ എഴുതിയിട്ടുള്ളത്. തണൽ എന്ന വാക്ക് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും എല്ലാ വേവിനും ചൂടിനും ഒരു സമാധാനം. ഈ അന്തരീക്ഷത്തിൽ അടിച്ചു വീശുന്ന ഈ ചെറിയ കാറ്റ് നമ്മുടെ ശരീരത്തിന് തലോടുമ്പോഴുണ്ടാകുന്ന ഒരു മാർദ്ദവത്വമില്ലേ, ഒരു തണുപ്പില്ലേ, ഒരാവിക്കുള്ള ഒരാശ്വാസമില്ലേ? അതിനേക്കാളും ആശ്വാസം പകർന്ന് നമ്മുടെ രാത്രികളെയും പകലുകളെയും സമാധാനപൂർണ്ണമാക്കാൻ ചേർന്ന് കിടക്കുന്ന ഭാര്യയ്ക്ക് പറ്റും, ചേർന്ന് കിടക്കുന്ന ഭർത്താവിന് പറ്റും, നമ്മളെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഉമ്മയ്ക്ക് പറ്റും, നമ്മുടെ പ്രശ്നങ്ങൾ ഓർത്ത് വേദനിക്കുന്ന വാപ്പയ്ക്ക് പറ്റും, സഹോദരങ്ങൾക്ക് പറ്റും. പക്ഷെ ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നിടത്ത് സുഹൃത്തുക്കളെ, ഇതിന്റെ മഹത്വം ശരിക്കും തിരിച്ചറിഞ്ഞ പിശാച്ച് നമ്മളെ അനുവദിക്കാതെ പോയിട്ടുണ്ട്. അതിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യം. അതിലേറ്റവും ഒന്നാമത്തത് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ദാമ്പത്യം തന്നെയല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം? ദാമ്പത്യ ജീവിതം തന്നെയാണ് എല്ലാം പറയേണ്ട സുഹൃത്തുക്കളെ. ഇസ്ലാം കുടുംബത്തെക്കുറിച്ച് പറയാതെ പോയിട്ടില്ല. അതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ അടിസ്ഥാനപരമായി പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഒന്ന് ഞാൻ പറയാം. ഇപ്പൊ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാളാണല്ലോ കുടുംബനാഥൻ. ഞാനൊരു കുടുംബനാഥനാണ് എന്ന് അയാൾക്ക് മനസ്സിലായാൽ തന്നെ കുടുംബത്തിൽ ഒരു പ്രശ്നമല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പോയിരിക്കുകയാണ്. അപ്പം അവളെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾക്ക് വലിയ ആഗ്രഹമുണ്ട്, അവൻ്റെ വീട്ടുകാർക്ക് ആഗ്രഹമുണ്ട്, അവളെ വീട്ടുകാർക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങോട്ടേക്ക് പോകുക എന്ന് പറയുമ്പോഴേക്ക് തന്നെ അവൾ മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുപോവുക? അപ്പം ഞാനിങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ എന്താ അറിയോ, ഞാൻ ഭർത്തൃ വീട്ടിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൾക്കിനി എന്തായാലും അങ്ങോട്ട് പോകാൻ കഴിയൂല. ഈ വിഷമമൊക്കെ പാടെ സഹിച്ചിട്ട് എങ്ങനെ ആ പെൺകുട്ടി അവിടെ ജീവിക്കും എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ അവൾ എന്താ പറയണ, വിഷമങ്ങളെല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്കുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ ഒന്ന് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ ഭർത്താവിനുണ്ടായാൽ മാത്രം മതി. ആലോചിച്ച് നോക്കുന്നു നിങ്ങൾ. എല്ലാം ഞാൻ സഹിച്ചോളാം, ഞാൻ പറയുന്നതെല്ലാം കേട്ടിരിക്കാനുള്ളൊരു മനസ്സ് എൻ്റെ ഭർത്താവിനുണ്ടായാൽ മതി. ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു കുടുംബനാഥൻ സുഹൃത്തുക്കൾ, അയാൾക്ക് തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും കുടുംബത്തിലില്ല. എല്ലാം അയാൾക്ക് തീർക്കാൻ പറ്റും. പക്ഷെ തീർക്കണമെന്ന് അയാൾക്ക് ആഗ്രഹവുമുണ്ട്. പിന്നെന്താ പ്രശ്നം? അറിവില്ലാത്തൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവളുടെ ആ പയ്യനോട് ചോദിച്ചു, അവൾക്കിപ്പോൾ എന്തുള്ളൂ എന്ന് വെച്ചാൽ അവൾ പറയണതൊക്കെ നിങ്ങളൊന്നിങ്ങനെ കേൾക്കണം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അവൾ പറയണതൊക്കെ കേൾക്കാൻ പറ്റൂല. അപ്പോൾ എന്താ കേൾക്കാൻ പറ്റായി? അവൾ എൻ്റെ ഉമ്മനെ കുറിച്ചാണ് പറയണത്, അങ്ങനെ കേട്ടിരിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഉമ്മനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കേട്ടിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉമ്മനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുമ്പോഴുള്ള വേദനകളെ കുറിച്ചാണ് അവൾ പറയുന്നത്. അത് പിന്നെ ആരോട് പറയും? അവൾ ആരോട് പറയും? അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ, മനസ്സിൽ തറച്ച വാക്കുകൾ നിങ്ങളോട് പറയുമ്പോൾ ആ വാക്കിന്റെ ഭാരം നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യുമ്പോൾ അത് പകുതിയാകും. അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവളുടെ കുട്ടിയോട് കാണിക്കുന്ന അവഗണനകൾ, അതൊക്കെ ഒന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളൊന്ന് കേട്ടിരിക്കൂ. കാരണം നിങ്ങളത് കേൾക്കാനും പരിഹരിക്കാനും ബാധ്യസ്ഥനായ ഒരാളാണ്. സുഹൃത്തുക്കളെ, നമ്മളൊരു സംരക്ഷകനാണെങ്കിൽ അവിടെ പിന്നെ പ്രശ്നം ഉണ്ടാക്കുക. നമ്മൾ ഒരു കുടുംബനാഥനെ എല്ലാം പരിഹരിക്കേണ്ടവനാണെങ്കിൽ അയാൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അയാൾ വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമോ വീട്ടിലിങ്ങനെ? പക്ഷെ നമ്മളൊരു കുടുംബനാഥനാണെന്നും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്നും പലപ്പോഴും പുരുഷന്മാർ മറന്നുപോകും. വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്കൊരു പദവിയുണ്ട്. അതെപ്പോഴാ പറഞ്ഞത് നിങ്ങൾ? വലഹുന്ന മിത്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്, അവർക്കുണ്ട്, അവരുടെ മേൽ ബാധ്യതയുള്ള പോലെ തന്നെ അവർക്കൊരു ചില ബാധ്യതകൾ സ്ത്രീകൾക്ക് നിർവഹിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ് വലിരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്കൊരു പദവിയുണ്ട്. ആ പദവി എന്തിനാണ് തന്നത് സുഹൃത്തുക്കളെ? ഒരു കുടുംബത്തെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു, ഞാനൊരു കുറ്റമായി പറയട്ടോ, ഏറ്റവും നിരുത്തരവാദപരമായി ഇപ്പോൾ പെരുമാറുന്നത് പുരുഷന്മാരാണോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാനൊരു സ്ത്രീപക്ഷം പറയാൻ വേണ്ടിയിട്ട്,
ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഒരു ശരിയായ ബോധം പുരുഷന്മാർക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചോദിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് വന്ന പല പെൺകുട്ടികളും ഇയാൾ എന്തിനാണ് വിവാഹം കഴിച്ചത്, എന്നെപ്പറ്റി ഒരു അന്വേഷണവും അയാൾക്കില്ല, ഒരു ചോദ്യവും അയാൾക്കില്ല, എൻ്റെ കൂടെ ചെലവഴിക്കാൻ അയാൾക്ക് സമയവുമില്ല, പിന്നെ എന്തിനാണ് അയാൾ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമാറ് അവഗണിക്കപ്പെട്ടു പോകുന്നുവോ എന്നത് ഗൗരവമുള്ളൊരു കാര്യമാണ്. അവിടെ സുഹൃത്തുക്കളെ, വലിയൊരു ഉത്തരവാദിത്തമാണ് പുരുഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ശരിയായൊരു ബോധം ഒരു പുരുഷനുണ്ടെങ്കിൽ ഒരു നിലക്കും അവൻ്റെ കീഴിലുള്ള ഒരു കുടുംബം, ഒരു ഭാര്യ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് മനസ്സിലാക്കി പരിഹരിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാടും ഒരറിവും മാത്രമാണ് യഥാർത്ഥത്തിൽ പുരുഷന്മാർക്ക് ഉണ്ടാവേണ്ടത്. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ പരിഹരിക്കും. ഞാൻ ആലോചിച്ച് നോക്കൂ, കുടുംബത്തിൻ്റെ ഏറ്റവും അധികം ഭാരം ചുമക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾ തന്നെയാണ്. ഒരു കുടുംബത്തിൻ്റെ ഭാരം ഏറ്റവും നന്നായി ചുമക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഒരു കുട്ടിയെ നോക്കി കൊണ്ടുനടക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഗസ്റ്റ് വരുമ്പോൾ അവിടെ കൂടെ കുട്ടികൾ ഉണ്ടായിരിക്കും. ആ കുട്ടികളെ നിയന്ത്രിക്കാൻ പെടുന്നൊരു പാട് വളരെ. ഒരു പ്രീ സ്കൂളിലെ ടീച്ചറെ പറ്റി ആലോചിച്ചു, ഒരു പ്രീ സ്കൂളിലെ ടീച്ചറെ കുറിച്ച് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഈ കുട്ടികളെ സദാസമയവും ശ്രദ്ധിക്കണം. ഒരു സമയത്ത് ശ്രദ്ധ തെറ്റിപ്പോയാൽ ഒരു പക്ഷേ ഒരു കുട്ടി അപകടത്തിലേക്കോ ഒരു മരണത്തിലേക്കോ പോകാം. അങ്ങനെ നമ്മൾ മറ്റൊരാളുടെ കാര്യം നിതാന്തമായി ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും അവർ ഞെട്ടി ഉണരും, കുട്ടി താഴെ വീണുപോയോ. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സ് കൊടുത്ത് ഒരിക്കലും മനസ്സിനെയും ശരീരത്തെയും സ്വതന്ത്രമാക്കാതെ ജീവിക്കുന്നവരാണോ നമ്മൾ? പക്ഷെ നമ്മുടെ ഭാര്യമാരങ്ങനെയാണ്, അവരൊരിക്കലും സ്വതന്ത്രരല്ല. ഒരുപക്ഷെ നിങ്ങൾ പറയും കുട്ടികൾ സ്കൂളിൽ പോയി, ഇനിയിപ്പോൾ ഫ്രീ അല്ലേ. കുട്ടികൾ സ്കൂളിൽ പോയാൽ ഫ്രീ അല്ല. കുട്ടികൾ സ്കൂളിൽ പോയാൽ ഒരുപക്ഷെ ശാരീരികമായി നമ്മൾ ഫ്രീ ആവും, പക്ഷെ മനസ്സുകൊണ്ടൊരു സ്ത്രീയും ഫ്രീ ആകുന്നില്ല. അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇനി എപ്പോഴാണ് ബെല്ലടിക്കുക, എപ്പോഴാണ് വരിക, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ബസ് കിട്ടിയോ, തിരിച്ചു പോന്നോ, ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു, ഇതാലോചിച്ചിരിക്കുകയാണ്. അവരെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് നിതാന്തമായി അവൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ഫോൺ കോൾ വരുന്നു, ഭക്ഷണം പാത്രത്തിലാക്കി തന്നിട്ടും നിങ്ങൾ കഴിച്ചോ എന്നവർ ചോദിക്കുന്നു. നിങ്ങൾ ആ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. രാവിലെ നിങ്ങൾ ഷൂ ഇട്ടിറങ്ങുമ്പോൾ ആ ഷൂവിലേക്ക് നോക്കി അത് മുഷിഞ്ഞിട്ടുണ്ടല്ലോ, ഒന്ന് തുടച്ചു തരാമെന്ന് കൂടെ വന്നവൾ പറയുന്നു. ഇങ്ങനെയെല്ലാം നമ്മളോടൊപ്പവും മക്കളോടൊപ്പവും ഉള്ള ഒരു ഭാര്യയ്ക്ക് നമ്മൾ എന്ത് പരിഗണന നൽകി? നാം അവൾക്ക് ഏറ്റവും മിനിമം, സുഹൃത്തുക്കളെ, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ വാഹനം മുറിച്ച് കടക്കാനിരിക്കുമ്പോൾ ഒരാൾ വാഹനം നിർത്തി തന്നാൽ കൈകൊണ്ടെങ്കിലും ഒന്ന് താങ്ക്സ് പറയാറില്ലേ? അങ്ങനെ നിസ്സാരമായ ഒരു അപരിചിതരോട് ഒരു താങ്ക്സ് പറയണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വീടിനും വേണ്ടി ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരോട് നമുക്ക് എത്ര കടപ്പാടുണ്ട്. ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടെ? സ്നേഹത്തോടെ ഒന്ന് പെരുമാറിക്കൂടെ? അവരോടൊപ്പം ഒരു അരമണിക്കൂർ നമുക്ക് ഇരുന്നുകൂടെ? അവിടെ വിഷമങ്ങളൊന്ന് കേട്ടുകൂടെ? ഇതൊക്കെ നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ ഒരു കുടുംബത്തിൽ എന്താണ് പ്രയാസമുള്ളത്, എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? സുഹൃത്തുക്കളെ, പുരുഷന്മാരോട് മാത്രം പറയാനല്ല ഞാൻ, സ്ത്രീകൾക്ക് വലിയ കടമകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ എല്ലാം മനസ്സിലുള്ള ഒരു വേദനയുണ്ട്. എന്തറിയൂ? ഞാൻ എൻ്റെ ഭർത്താവിനോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാതെ പരലോകത്ത് എനിക്ക് വല്ല കുറ്റവും കിട്ടുമോ എന്ന് ഭയപ്പെടാത്ത ഒരു സത്യവിശ്വാസിനിയായ സ്ത്രീയുമില്ല. നിങ്ങളുടെ ഭാര്യ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുഅ്മിനത്താണെങ്കിൽ അവളുടെ മനസ്സിലൊരു വേദന ഉണ്ട്. എന്തെങ്കിലും വിഷമങ്ങൾ എൻ്റെ വാക്കിലോ പെരുമാറ്റത്തിലോ വരുന്നുണ്ടോ? ഭർത്താവിനെ എനിക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ലേ? അതിൻ്റെ മതപരമായ ഒരു ബാധ്യതയാണല്ലോ. അത്താഅത്ത് ബാലഹ, ഭർത്താവിനോടുള്ള അനുസരണം, ഭർത്താവിനോടുള്ള കടപ്പാട്, ഭർത്താവിനെ തൃപ്തിപ്പെടുത്തൽ എനിക്ക് പറ്റുന്നുണ്ടോ? പലപ്പോഴും വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെ എന്തെങ്കിലും വന്നു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവളാണ് നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ. സുഹൃത്തുക്കളെ, ഇങ്ങനെ മതപരമായി ചിന്തിച്ചാൽ, ദീനിയായി ചിന്തിച്ചാൽ അത് മതിയില്ലേ നമുക്ക് മാറാൻ? വേറെ എന്ത് കാരണം കൊണ്ടാണ് മാറാൻ പറ്റുക? ഞാൻ പറയാം, ഈ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയോട് സ്നേഹത്തോടു കൂടെ ഒന്ന് പെരുമാറാൻ, സത്യത്തിൽ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം, ഒരു ആലോചനയുണ്ടായാൽ ഒരു പക്ഷേ ആ ചിന്ത കൊണ്ട് മാത്രമേ ഇതുവരെ നിരാശയോടുകൂടെ 10ഉം 15ഉം കൊല്ലമായിട്ടും ഒരു ഭർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിൽ ഒരു സന്തോഷവും കണ്ടെത്താത്ത ഒരു സ്ത്രീക്ക് ഇനിയുള്ള ബാക്കി കാലം മുഴുവൻ സന്തോഷമായി മാറാൻ ഈ ഒരു മാനസികമായ ചിന്ത മാത്രം മതി. ചെറിയൊരു നന്ദി ഞാൻ അവളോട് കാണിക്കണ്ടേ, ചെറിയൊരു കടപ്പാട് അവളോട് കാണിക്കണ്ടേ,
ഈ അധ്വാനങ്ങളെല്ലാം ചെല്ലുമ്പോൾ ഞാനൊന്ന് സമാശ്വസിപ്പിക്കണ്ടേ എന്നൊരു പുരുഷൻ ചിന്തിച്ചാൽ അത് തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് ദീന് കൊണ്ട് അത് മാറ്റണ്ടാവുള്ളൂ. ദീൻ കൊണ്ട് മാത്രമേ അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് രണ്ടുപേരുടെയും മാനസികാവസ്ഥകൾ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിച്ച് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടെ ഒന്നിച്ചു പോകാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നല്ലൊരു ദാമ്പത്യം സാധ്യമാകുമെന്നാണ്. സത്യം പറയുകയാണെങ്കിൽ പലപ്പോഴും ആളുകളുടെയൊക്കെ മനസ്സിലുള്ളത് വിവാഹം കഴിച്ച് നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയത്താണ് നല്ലൊരു ദാമ്പത്യമൊക്കെ നടക്കുള്ളൂ എന്നാണ് പലരും വിചാരിക്കുന്നത്. സുഹൃത്തുക്കൾ, അങ്ങനെയാണോ? നമുക്ക് വയസ്സും പ്രായമാകും തോറും കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുകയാണ്, ആവശ്യക്കാരാവുകയാണ്. പല വീടുകളിലും എന്താണ് അറിയോ, ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെയാണ്. അതായത് വാപ്പയും ഉമ്മയും ഒറ്റയ്ക്കാണ്. ഞാൻ പല വീട്ടിലും ഇന്ന് ഞാൻ കയറിയ വീട്ടിൽ പോലും ഞാൻ ചോദിക്കുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളൊന്നും ഇവിടെ ഇല്ല, ഞാനും അവളും മാത്രമാണ് എന്നാണ്. ഞാനും അവളും മാത്രമാണെന്ന് പറയുമ്പോൾ അവർ വേദനയോടെയാണ് പറയണത്. ഞാൻ പറഞ്ഞ വേദനയോടെ അല്ല നിങ്ങൾ വേണ്ടത്. എല്ലാവരും ഒഴിഞ്ഞു പോയാൽ ജീവിതം ഒന്ന് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ടവരാണ് നമ്മൾ. ഈ ബഹളങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഒന്ന് ആസ്വദിക്കാം. വിവാഹം കഴിഞ്ഞതിന് പിറ്റേന്ന് മുതൽ തുടങ്ങിയ ഈ ഓട്ടത്തിനും അധ്വാനങ്ങൾക്കും ഒരു വിരാമമുണ്ടായി. എനിക്കും നിനക്കും ഒന്നും വർത്തമാനം പറഞ്ഞിരിക്കാൻ എപ്പോഴാണ് സമയം? അതൊക്കെ മനസ്സുകൊണ്ട് അടുത്തവർക്ക് ആ ഏകാന്തത അവർ അനുഭവിക്കില്ല. അവരേറ്റവും അധികം എൻജോയ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരൊറ്റയ്ക്കാകുന്ന സമയത്താണ്. നമുക്ക് ചില സ്വകാര്യതകളില്ലേ കുടുംബത്തിൽ, അത് നടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ പലപ്പോഴും പറയും നല്ല ആരോഗ്യമുള്ള സമയത്തല്ലേ ശാരീരിക ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. സുഹൃത്തുക്കളെ, വെറുതെ പറയുകയാണ്. അതിനൊന്നും കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ ശാരീരികാവസ്ഥകളെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. ജീവിതത്തിൻ്റെ ഏതു കാലഘട്ടങ്ങളിലും നമ്മുടെ മനസ്സ് തയ്യാറാണെങ്കിൽ തീർച്ചയായും അതിലൊക്കെ ആസ്വാദനങ്ങൾ, ഒരു സംസാരത്തിലും ഒരു പുഞ്ചിരിയിൽ പോലും ആ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ പറ്റും. പക്ഷെ കാഴ്ചപ്പാടുകളുള്ള ആളുകൾക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് അറിവുണ്ടാകുമ്പോഴൊക്കെ നടക്കുള്ളൂ. അതുകൊണ്ട് മരണം വരെ മാത്രമല്ല, മരണത്തിന് ശേഷം എല്ലാ മയ്യത്ത് നിസ്കാരത്തിലും നമ്മൾ പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഇണയെക്കാളും നല്ലൊരു ഇണയെ കൊടുക്കുക. നാളെ പരലോകത്ത് നമ്മുടെ ഈ ഇണയെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ അള്ളാഹു നമുക്ക് ഇടയാക്കി തരും എന്ന് പറയുമ്പോൾ അനന്തമായ ആ ജീവിതം മക്കൾ വഴിമാറുമ്പോഴോ പ്രായമാകുമ്പോഴോ നിരാശപ്പെടേണ്ട ബന്ധമല്ല, അനന്തമായി തുടരേണ്ട ഒരു ദാമ്പത്യത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത്. ഇസ്ലാമികമായ അടിത്തറയിൽ നിന്ന് കൊണ്ട് മാത്രമേ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുള്ളൂ. മക്കളെക്കുറിച്ച് ആലോചിച്ച് നോക്കും നിങ്ങൾ. മക്കളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാൻ എന്താ അറിയോ, വയസ്സായാലും അസുഖമായാലും നോക്കാൻ നമ്മളെ മക്കളുണ്ടാവും. ആകെ മക്കളെ കൊണ്ടുള്ളൊരു ഉപകാരം അത്, വയസ്സായ നോക്കാൻ. സുഹൃത്തുക്കൾ, ഒരു മൂലക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ മക്കൾ ഇങ്ങനെ അടുത്ത് വന്നിരുന്നിട്ട് എന്തൊക്കെ കാര്യമുള്ളൂ നമുക്ക്, എന്ത് പ്രയോജനം നമുക്ക്? അതിനാണ് മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിച്ചതും മനസ്സിലാക്കിയത്. മാതാപിതാക്കളുടെ കാണിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുന്ന ആ വാക്കുകളൊന്നും നോക്കൂ. മാതാപിതാക്കളുള്ളവരൊക്കെ ഇതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ആ വാക്ക് പറഞ്ഞാൽ ഏറ്റവും അധികം മാതാപിതാക്കളെ പ്രയാസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വൃദ്ധസദനത്തിൽ കൊണ്ടയാക്കൽ മാത്രമല്ല സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് മക്കൾ ഉണ്ടായത് മുതൽ അവരിൽ നിന്ന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കണമെങ്കിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകളെ കുറിച്ച് ആ കുട്ടികൾക്ക് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ. അതില്ലാത്തിടത്തോളം കാലം അത് കിട്ടൂല. ഒന്ന് ഖുർആൻ പറഞ്ഞ വബിൽ വാലിദൈനി ഇഹ്സാന എന്നാണ്. മാതാപിതാക്കൾ നീ ഇഹ്സാൻ ചെയ്യണം. വല്ലാത്ത വാക്കാണ് പ്രയോഗം. എന്താ ഇഹ്സാൻ? എല്ലാ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം നല്ലതേ പറയാവൂ. നിന്റെ ഒരു വാക്ക് വാപ്പക്കുമ്മക്കും വേദനയാകാൻ പറ്റൂല. നിന്റെ ഒരു പെരുമാറ്റം വാപ്പക്കുമ്മക്കും വേദനയാകാൻ പറ്റൂല. അപ്പോൾ നീ ഭാര്യയായിട്ട് കാറെടുത്ത് ഇറങ്ങുമ്പോൾ ഉമ്മ പോരണോ ചോദിക്കണം. നമ്മൾ പോരണം എന്ന് ആഗ്രഹിക്കുന്ന ഉമ്മാനെ വീട്ടിലെത്തി നമ്മൾ പോകാൻ പറ്റൂല. അവരെ കൂട്ടി പോകണം. വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഇഹ്സാൻ, നന്മ ചെയ്യണമെന്നാണ്. ഇനി ഇഹ്സാന്റെ മറ്റൊരർത്ഥം കൂടെ ഇല്ലേ സുഹൃത്തുക്കളെ? വാപ്പാക്കും ഉമ്മാക്കും മാനസിക നില തെറ്റി കുറച്ച് പ്രായമാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ മകൾ ഭാര്യയാണെന്ന് തോന്നും, മകൻ ഭർത്താവാണെന്ന് തോന്നും. അതിന് മാത്രം മാനസികാവസ്ഥകൾ തെറ്റും. എനിക്ക് എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മയ്ക്ക് മാനസിക നില തെറ്റിയപ്പോൾ അവർ മകൻ്റെ അടുക്കലേക്ക് വരും. അവർക്കിപ്പോൾ വിവാഹം കഴിഞ്ഞ അന്ന് മരണപ്പെട്ടു പോയ ഭർത്താവ് വിവാഹം കഴിഞ്ഞ അന്നത്തെ ആ മധുവിധിൻ്റെ കാലഘട്ടമാണ് ഈ 90-ാം വയസ്സിൽ അവിടെ മനസ്സിലുള്ളത്. അവിടെ ഭർത്താവ് ആരാ അറിയോ? മകൻ.
മാനസിക നില തെറ്റിയിരിക്കുക. ആ മകന്റെ അടുക്കലേക്ക് അവർ വരുന്നത് അത്തരം ഒരു മനസ്സോടുകൂടെയാണ്. അത്തരം മാനസിക നില തെറ്റിയതാണ്. അപ്പൊ മാനസിക നില തെറ്റി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തപ്പോഴും ആ കട്ടിലിന്റെ അരികെ ഇരിക്കാൻ, നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തപ്പോഴും, നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ചീത്ത പറഞ്ഞാട്ടി ഓടിച്ചാലും അവിടെ ഇരിക്കാനുള്ള മനസ്സിൽ ഇഹ്സാനുണ്ട്, റബ്ബ് കാണും. ഉമ്മയ്ക്ക് മാനസിക നില തെറ്റിയാലും വാപ്പക്ക് മാനസിക നില തെറ്റിയാലും റബ്ബ് കാണും. അപ്പൊ വെറുതെ ആലോചിക്കാൻ, എൻ്റെ വാപ്പാന്റെ ഉമ്മാന്റെ കാര്യത്തിൽ അള്ളാഹു എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തൽക്കാലം എന്തെങ്കിലും സുഹൃത്തുക്കളെ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല. പിന്നെയോ അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ. അനിഷ്കുർലി, നന്ദി ചെയ്യണം. അതൊരു വല്ലാത്ത വാക്കാണ്. നന്ദി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചെയ്തു തന്ന ത്യാഗങ്ങൾ ഓർക്കുമ്പോൾ അവർക്ക് തിരിച്ചു ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സുഹൃത്തുക്കളെ. ശരിക്ക് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഒരു 5 വയസ്സുകാരനെ കൊണ്ടു നടക്കാൻ, നിങ്ങളെ വികൃതിയുള്ള ഒരു 5 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയെ കൊണ്ടു നടക്കാൻ എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങൾ അവനെ ശപിക്കുമോ? അവനെതിരെ പ്രാർത്ഥിക്കുമോ? അവൻ ജീവിതത്തിന്റെ ഒരു ഭാരമാണെന്ന് പറയുമോ? അവനൊരു ബുദ്ധിമുട്ടാണെന്ന് പറയുമോ? ഒരിക്കലും പറയില്ല. എങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടെങ്കിൽ അവരിന്ന് എന്ത് പ്രവർത്തനങ്ങളും എന്ത് വാക്കുകളുണ്ടെങ്കിലും നമ്മളത് പറയില്ല. സഹിക്കാൻ പറ്റൂല. മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രം തെരഞ്ഞ് കണ്ടുപിടിച്ച് പറഞ്ഞ് മരുമക്കളെയും മക്കളെയും വേദനിപ്പിക്കുന്നവരുണ്ട്. മുതിർന്ന ആളുകളിൽ അവർ ബോധപൂർവമാണോ എന്നറിയില്ല, ഓരോ വാക്കിനും അത്ര കനമുണ്ടാകും. ഒരു ദിവസം മുഴുവനും തളർന്നു കിടക്കാൻ ആ ഒരു വാക്ക് മതിയാകും. പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോഴും ഇങ്ങനത്തെ പല വാക്കുകളും പ്രവർത്തനങ്ങളും എന്നിൽ നിന്നുണ്ടായപ്പോൾ സ്നേഹത്തോടുകൂടെ എന്നെ കൊണ്ടു നടന്ന ഉമ്മയല്ലേ ഇത്, വാപ്പയല്ലേ ഇത്? അനിഷ്കുർലി വലിവാലിദൈക് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ അമൈൻ അനിഷ്കുർലി വലിവാലിദൈക് ഇലയ്യൽ മസീർ. അവിടെ ഒരു ഭീഷണി കൂടെ ഉണ്ട്. വാപ്പാക്കുമ്മാക്ക് നന്ദി ചെയ്തോളൂ, ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് വരിക എന്നാണ്. ഹദീസിലെ പ്രയോഗം നോക്കൂ നിങ്ങൾ. റിള റബ്ബി ഫി റിളൽ വാലിദൈൻ, റിള റബ്ബി ഫി റിളൽ വാലിദൈൻ. റിള, തൃപ്തി. മാതാപിതാക്കൾക്ക് തൃപ്തി വേണം. മാതാപിതാക്കൾക്ക് തൃപ്തി വേണം. ആ 2 കണ്ണുകൾ അടയുമ്പോൾ മകൻ എന്ന നിലക്ക് നിങ്ങളെ തൃപ്തിപ്പെട്ടോ, മകൾ എന്ന നിലക്ക് നിങ്ങളെ തൃപ്തിപ്പെട്ടോ? ഈ വാക്ക് പ്രസക്തമാണ്. തൃപ്തി കിട്ടാൻ അത്ര എളുപ്പമല്ല സുഹൃത്തുക്കളെ. തൃപ്തി കിട്ടാൻ അത്ര എളുപ്പമല്ല. ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. തൃപ്തി എന്നത് ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ കിട്ടൂല. ഒരാൾക്ക് നമുക്ക് ഭക്ഷണം തരാം, പക്ഷെ തൃപ്തിയോടെയുള്ള ഭക്ഷണം, തൃപ്തി വരുന്ന ഭക്ഷണം തരാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് നമുക്ക് ഈ ഒരു വാഹനം തരാം, പക്ഷെ അത് തൃപ്തിയുള്ള വാഹനമാക്കാൻ ഒരു പക്ഷേ പറ്റിക്കോളുന്നില്ല. നമ്മൾ സേവനം ചെയ്താൽ പോരാ, ഭക്ഷണം കൊടുത്താൽ പോരാ, അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായ കാര്യമാണ്. പദപ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. മറ്റൊരു പദപ്രയോഗം ഉഖൂഖുൽ വാലിദൈൻ. ഉഖൂഖുൽ, ഇതൊക്കെ വഹിയിലൂടെയുള്ളൂ ഇങ്ങനത്തെ പ്രയോഗം വരുള്ളൂ സുഹൃത്ത്. ഉഖൂഖുൽ വാലിദൈൻ എന്താ? അക്ക എന്ന് പറഞ്ഞാൽ അർത്തു, അഖീഖ എന്ന് പറഞ്ഞാൽ കുട്ടി ജനിച്ചാൽ നമ്മൾ അറുക്കണ അറിവിനാ പറയാം. അതാ ഉഖൂഖ്, അറുക്കുക, കൊല്ലുക മാതാപിതാക്കളെ. ഓരോ വാക്കുകളും അത്രമാത്രം അവരെ വേദനിപ്പിക്കും. ഓ, എൻ്റെ മകനാണല്ലോ എന്നോട് പറഞ്ഞത്, എൻ്റെ മോളാണല്ലോ എന്നോട് പറഞ്ഞത്, ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് അവൻ്റെ കാര്യത്തിൽ. ആ പറയുന്ന വാക്കിനെയാണ് ഉഖൂഖ്, മനസ്സിന്റെ വേദന. അങ്ങനത്തെ വല്ല വാക്കും വന്നു പോകാതിരിക്കാൻ, വല്ല സംസാരവും വന്നു പോകാതിരിക്കാൻ ഈ ഓരോ വാക്കുകളും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പതിയുമ്പോൾ അവരുടെ പെരുമാറ്റങ്ങൾ മാറും. വാപ്പനോടും ഉമ്മനോടുള്ള പെരുമാറ്റങ്ങൾ മാറും. അത് ആ സന്ദർഭത്തിലും സമയത്തിലും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആശയങ്ങളാണ്. ഇസ്ലാമിൻ്റെ ദീനിന്റെ തണലിൽ മാത്രമേ ഒരു കുടുംബ ജീവിതത്തിന്റെ എല്ലാ സമാധാനവും എല്ലാ സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. സുഹൃത്തുക്കളെ, മക്കളുടെ കാര്യങ്ങൾ നമുക്കും ചിലത് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും വേണം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, സാധാരണ ഒരാൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പണമായും അധ്വാനമായും ആരോഗ്യമായും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, തിരിച്ച് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ ചില പ്രശ്നങ്ങൾ
മക്കളെ വളർത്തുന്നിടത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അതിലേറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ പറയുക, നമ്മളെക്കുറിച്ചുള്ളൊരു മതിപ്പ് മക്കൾക്കിടയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രീ സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ ഞാൻ പങ്കെടുത്തു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കലാപരിപാടികളും ഒക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടി വന്നത്. അപ്പോൾ അത് പങ്കെടുത്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച കാര്യം, അതായത് ഇപ്പോൾ 4 വയസ്സായ കുട്ടി സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ ഖത്തം തീർത്തിട്ട് അതിൻ്റെ അവാർഡ് വാങ്ങുന്നു. എത്ര മനോഹരമായി സംസാരങ്ങൾ തിരിഞ്ഞു തുടങ്ങാത്ത കുട്ടികൾ സൂറത്തുകൾ വളരെ സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്ത് ഓതുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയൂ, ഈ കുട്ടികൾക്ക് ഇത്രയും ചിട്ടയോടുകൂടെ ആദാബു ത്വആമും ആദാബു നൗമും ഖുർആനും ഒക്കെ പഠിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പിഞ്ചു പൈതൽ എന്താ നോക്കുക നിങ്ങൾ? വാപ്പ കാറ് കയറുമ്പോൾ ചുണ്ടനങ്ങിയോ നോക്കും, ആ കുട്ടിയെ നോക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കും. നമ്മൾ ഭാര്യയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് നോക്കും. അപ്പം എന്താ സംഭവിക്കാറുകൾ? കുറച്ചൊക്കെ നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ നമ്മുടെ ദർസുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്നിടത്ത് കുറച്ച് കുട്ടികളൊക്കെ അങ്ങനെ വരാനുള്ള കാരണം എന്താ അറിയോ? ഒരു ഉസ്താദന്മാർക്ക് കൊടുക്കുന്നത് അത്രയും ഭയങ്കര റെസ്പെക്റ്റാണ്. അവർ ദീനിൻ്റെ എന്തോ മഹത്തായ കേന്ദ്രങ്ങളാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് ഒരു സാധാരണ മനുഷ്യൻ പോലും ചിന്തിക്കാത്ത അത്രയും വലിയ തോന്നിയാസം ആ കുട്ടിയോട് ചെയ്യാൻ ഒരു ഉസ്താദ് ശ്രമിച്ചാൽ ആ കുട്ടി പിന്നെന്താകുക? ഈ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ അതുവരെ ഇങ്ങനെ പറയാന്നല്ലാതെ ഇതിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർക്ക് പോലും ഇതിനോടൊരു റെസ്പെക്റ്റും ഇല്ലാന്ന് എന്നാണോ അവൻ മനസ്സിലായത്, അന്ന് അവൻ ദീന് വിടും. അല്ലെ? അന്ന് അവൻ ദീന് വിടൂലേ? ഈ ദീനിനോട് ആദരവില്ലാതാക്കുന്നതിലൊരു പങ്ക് നമുക്കുണ്ട്. നിങ്ങളുടെ കുട്ടി മദ്രസിൽ പഠിക്കുന്നു, ദീനിന്റെ കാര്യങ്ങൾ കേൾക്കുന്നു, പക്ഷേ ആ കുട്ടിക്കത് നിങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? സുഹൃത്തുക്കളെ, ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല. നിസ്കാരത്തിന്റെ പിഴവുകൾ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അഖ്താഉസ്സലാ. നിസ്കാരത്തിൽ എന്തൊക്കെ തെറ്റുവരും. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ കൈ ഏതുവരെ ഉയർത്തണം, കൈ എവിടെ വെക്കണം, റുക്കോയിലേക്ക് പോകുമ്പോൾ എത്ര കുനിയാം, എവിടുന്നൊക്കെ നിവരുമ്പോഴാണ് കൈ ഉയർത്തേണ്ടത്, സുജൂദിൽ കിടക്കുമ്പോൾ കൈവിരലുകൾ എങ്ങനെ വെക്കണം, റുക്കോയിലേക്ക് പോകുമ്പോൾ കൈവിരലുകൾ കാൽമുട്ടിൽ എങ്ങനെ വെക്കണം, എല്ലാറ്റിനും നിയമങ്ങളുണ്ട്, എല്ലാറ്റിനും നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഒരു നിസ്കാരം നമ്മൾ ഇന്ന് കാണാൻ സാധിക്കുമോ? ഒരു നല്ല പെരുമാറ്റം നമ്മൾ കാണാൻ പറ്റുമോ? ഞാൻ പറയാം, ഏറ്റവും അധികം തുലാസിൽ കനം തൂങ്ങുന്നത് എന്താണ്? സ്വഭാവമാണെന്നാ പറഞ്ഞത്. ഏറ്റവും അധികം കനം തൂങ്ങുന്ന കാര്യം സ്വഭാവമാണ്. നബിക്ക് അള്ളാഹു കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്നാണ്. സ്വഭാവം. ആ സ്വഭാവവും പെരുമാറ്റങ്ങളും അല്ലെ ദീൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾ കാണണം. ഞാൻ കൂടെ പറയുന്ന കാര്യം, നമ്മളെ പറ്റിയൊരു മതിപ്പ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോഴേ നമ്മൾക്ക് വാപ്പൻ്റെ ഒരു സ്ഥാനം കിട്ടുള്ളൂ, ഉമ്മൻ്റെ ഒരു സ്ഥാനം കിട്ടുള്ളൂ. അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നാം അവർ മനസ്സിലാക്കിയ ദീനിൻ്റെ ആശയങ്ങളെ ശരിയായി നമ്മൾ പാലിക്കുവാൻ, ശരിയായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഇന്നിപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെയുള്ള മതിപ്പ് കുട്ടികൾക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? നമ്മുടെ ഈ മൊബൈൽ ഫോണാണ്. ഞാനിത് വെറുതെ പറയല്ല. ഇന്നലെ ഒരിക്കലൊരു പരാതി കിട്ടി. എന്താ പരാതി എന്നറിയോ? ഒരാള് അയാളെപ്പറ്റി അയാളെ ഭാര്യക്ക് പറയുമ്പോൾ 100 നാവാണ്. അത്ര നല്ലൊരു ഭർത്താവ് ലോകത്തൊരു പെണ്ണിനില്ല എന്നാണ്. ഞാൻ പറയില്ല, ആ പെണ്ണ് പറഞ്ഞവാന്. എൻ്റെ ഭർത്താവിനെ പോലൊരു നല്ല പുരുഷൻ ഇപ്പോൾ ഒരു സ്ത്രീക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന്. എന്നിട്ട് പിന്നെ ഇപ്പം എന്തേ സംഭവിച്ചു? അപ്പം അയാൾ എന്ത് ചെയ്തു? നിങ്ങൾ ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയാൾ മായ്ച്ചു കളഞ്ഞു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു പേര് സേവ് ചെയ്യാത്ത ഒരു നമ്പറിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് അയാൾ എന്ത് ചെയ്തു? വാട്സപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആണുങ്ങൾ നല്ല ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് വെച്ചാൽ, ഈ മെസ്സേജ് ഇപ്പം എന്തിനാ ഇപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത്? സാധാരണ ഫോൺ നോക്കാത്ത ഭാര്യ ഇത് മുകളിൽ തന്നെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്പർ ആളെ പേര് കാണില്ല, ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ആ നമ്പർ മെല്ലെ എടുത്തിട്ട് അവരെ ഫോണിലിട്ടിട്ടൊന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ഒരു സ്ത്രീയാണ്. പിന്നെ സംഭവിച്ചത് എന്താന്നൊക്കെ
പറയാതിരിക്കായിരിക്കും നന്നായിരിക്കുക. മനസ്സിലായി? ഇപ്പം അയാൾ എന്നെ വിളിക്കണത്, അയാൾ പറയാം ഞാനൊരു പള്ളിയിൽ വന്നിരിക്കുകയാണ്, മനസ്സ് തകർന്നിരിക്കുകയാണ്, എനിക്ക് പറ്റൂല, ഞാൻ മരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല. കാരണം അത്രയും വലിയൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പക്ഷെ അതിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു ഏതോ ഒരു സ്ത്രീ ഇതിലേക്ക് മെസ്സേജ് അയച്ചു. ഞാൻ സത്യത്തിൽ ആ മെസ്സേജുകൾ പരിശോധിക്കൂ, ആ സ്ത്രീക്ക് ഞാൻ ചെയ്ത ചാറ്റ് നോക്ക്, ഞാൻ ഒരു മെസ്സേജും തിരിച്ചയച്ചിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ നമ്മളിലേക്ക് ഒരു മെസ്സേജ് അയച്ചു, അത് അല്പം മോശപ്പെട്ട മെസ്സേജാണ്, അത് ഫോണിൽ കിടക്കണ്ട വിചാരിച്ച് നമ്മളത് ഡിലീറ്റ് ചെയ്തു. അതിനല്ലേ ചെയ്യാം നമ്മൾ? സ്വാഭാവികമായും അയാൾ സംശയത്തിന്റെ നിഴലിലായി. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര അപകടകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ നല്ല സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും പുരുഷന്മാരിവിടെ ഫോണിന് ഭാര്യയ്ക്ക് അറിയാത്ത പാസ്വേഡ് ഉണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധനല്ല എന്ന് നിങ്ങളെ ഭാര്യ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റൂല. നിഷേധിക്കാൻ പറ്റൂല. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, നിഷേധിക്കാൻ പറ്റൂല. കാരണം നിങ്ങളുടെ ഫോൺ അവൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അവൾ അറിയാൻ പറ്റാത്തത് ഏത് സ്വകാര്യമാണ്? അതൊന്ന് പറയുങ്ങൾ. അവൾക്കറിയാൻ പറ്റാത്തത് ഏത് സ്വകാര്യമാണ്? നിങ്ങളുടെ ഭാര്യയുടെ ഫോണിന് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് നിങ്ങൾക്ക് തരില്ലെങ്കിൽ നിങ്ങൾ എന്തു ചിന്തിക്കും? അത് അവൾക്കും ചിന്തിക്കാൻ അവകാശമില്ലേ? ഭാര്യന്റെ ഫോണിന് പാസ്വേഡ് ഉണ്ട്. നമ്മൾ ചോദിച്ചു ഈ പാസ്വേഡ് ഒന്ന് പറയും. എന്തിനാ എന്റെ പാസ്വേഡ് നിങ്ങൾക്ക്? അതിന്റെ പ്രൈവസി അല്ലേ എന്ന് പറഞ്ഞാൽ എന്നായിക്കോട്ടെ നിങ്ങൾ പറയൂ. അത് ശരി, അവളെ പാസ്വേഡ് നമുക്ക് വേണം. നമ്മുടെ പാസ്വേഡ് എത്രയോ പുരുഷന്മാർക്കുണ്ട് ഭാര്യമാർക്ക് കൊടുക്കാത്ത പാസ്വേഡ്. അതെന്താ പാസ്വേഡ് ഇട്ട് നിങ്ങൾ എന്തെങ്കിലും തോന്നിയാസങ്ങൾ ചെയ്യണമെന്നല്ല. പക്ഷേ പാസ്വേഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങനത്തെ ഒരാളാകാൻ പറ്റും. അതാണ് ഇപ്പൊ പാസ്വേഡ് ഇട്ടത് നിങ്ങൾ എന്തെങ്കിലും ചാറ്റ് ചെയ്തിട്ടോ ഭാര്യ കാണാതിരിക്കാൻ ഒന്നുമല്ല. പക്ഷെ പാസ്വേഡ് ഉണ്ട് എന്ന ധൈര്യം നിങ്ങളെ ഒരു പക്ഷേ എന്ത് ചെയ്യും? വഴി തെറ്റിക്കും. നമ്മളില്ല വിശ്വാസ്യത നഷ്ടപ്പെടുത്തും. അത് ഗൗരവമുള്ളൊരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾക്ക് പറയാനാവണം, നിനക്ക് ഞാൻ പാസ്വേഡ് പറഞ്ഞു തരാം, മക്കളെടുത്ത് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആയിക്കോട്ടെ, മക്കളെടുത്ത് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ അവൾ ചോദിച്ചാൽ അവൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളൊരു മാതൃകയാവില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മൾ ആദരിക്കില്ല. ഒരു വാപ്പയുടെ വില നിങ്ങൾക്ക് കിട്ടില്ല, ഒരു ഉമ്മയുടെ വില നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയൊക്കെ പൈസ ചിലവാക്കി കുട്ടികൾ എത്രയൊക്കെ നല്ല രൂപത്തിൽ എത്തിച്ചിട്ട് എന്താണ് അവർക്ക് നമ്മളോട് ആ ബഹുമാനവും ആദരവും ഇല്ലാത്തത്? ബഹുമാനവും ആദരവും ലഭിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമ്മുടെ വ്യക്തിത്വം കൊണ്ടും മാന്യത കൊണ്ടും തക്കുവ കൊണ്ടും കിട്ടുന്നതാണ്. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. തക്കുവയുള്ളതാണ് ആദരവിന്റെ ഏറ്റവും അടിസ്ഥാന മാനദണ്ഡം. അപ്പൊ നമ്മൾ നല്ലൊരു വ്യക്തിയാവും. ഉമ്മ വാപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മാതൃക മുസ്ലിം ആവുക, ഏറ്റവും നല്ല വിശ്വാസിയാകുക. നിങ്ങൾ എത്ര നല്ല മുസ്ലിം ആകുന്നുവോ അത്ര മതിപ്പ് നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല നിങ്ങളെ പരിചയമുള്ള എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ പറ്റിയുള്ള മതിപ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തി കളയത്. മാതൃകയാവാൻ നമുക്ക് പറ്റണം. മറ്റൊന്ന് സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ സ്വാധീനിക്കണം. മക്കളെ എങ്ങനെയാണ് നമ്മൾ സ്വാധീനിക്കുക? നമ്മളെ സ്നേഹം കൊണ്ട് സ്വാധീനിക്കുക. ഇപ്പം ഞാൻ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഏറ്റവും അധികം പ്രയാസമുള്ള കാര്യമാണ് എന്ത് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് വല്ല പെൺകുട്ടികൾക്ക് വല്ല അഫെയർ ഉണ്ടായാൽ അതൊന്ന് വിഡ്രോ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടോ, ചെറിയ ബുദ്ധിമുട്ടൊന്നല്ലത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ പറഞ്ഞാൽ കൂടെ പഠിച്ച ആൾക്കാരോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരോ ഒന്നുമല്ല, ഒരു പരിചയമില്ലാത്ത, ആണാ പെണ്ണാന്ന് പോലും അറിയാത്ത, വയസ്സ് പോലും അറിയാത്ത ഏതോ നാട്ടിൽ കിടക്കണ പയ്യന്മാരെയാണ് പ്രേമിക്കുന്നത്. പ്രേമിച്ച് കുറെ എത്തുമ്പോഴാണ് അതൊരു പക്ഷേ ഒരു നിലക്കും പറ്റാത്തതാന്ന് മനസ്സിലാവും. അങ്ങനത്തെ കുട്ടികളുണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികൾ മാതാപിതാക്കളുമായി ഏറ്റവും നല്ല ബന്ധവും മാനസികമായ ആ സ്നേഹവും ശരിക്ക് സ്വാധീനിക്കപ്പെട്ട ആൾക്കാരാണെങ്കിൽ ആ പ്രേമത്തെ അതിജീവിക്കാൻ ആ സ്നേഹത്തിന് പറ്റും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയണത്. ആ സ്നേഹത്തിന് പറ്റും. എന്താ കുട്ടി പറയാറ്? കണ്ണിൽ വെള്ളം നിറച്ച് പറയും, വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കും. അവർ സമ്മതിച്ചാൽ മാത്രമേ അത് ചെയ്യുള്ളൂ. അത് വെറുതെ പറയല്ല. നമ്മൾ വാപ്പനെയും ഇമ്മനെയും വിളിച്ചിട്ട് ഇവൾ അങ്ങനെ പറയണം, നിങ്ങൾ പറഞ്ഞാൽ മതി. എത്രയോ പ്രേമങ്ങൾ ഒഴിവായി പോയതിന് ഞാൻ സാക്ഷിയാണ്. അപ്പൊ എല്ലാ മക്കളെയും മാതാപിതാക്കൾ എന്താ സ്വാധീനിക്കാത്തത്? എല്ലാ മക്കളെയും മാതാപിതാക്കൾ എന്താണ് സ്വാധീനിക്കാത്തത്? സുഹൃത്തുക്കളെ, സ്നേഹം എന്നത്
നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ട ഒരു കാര്യമാണ്. അത് ഉണ്ടാക്കി തീർക്കാൻ പറ്റും. നിങ്ങളുടെ മക്കളുടെ എല്ലാ മനസ്സും വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് പറ്റണം. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ഭാര്യയോട് പറയാം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാം. ഈ വിവാഹിതരാകാത്ത നിങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആരോടെ പറയാം? വാപ്പനോടും ഉമ്മയോടും പറയാം. അത് പറയാനുള്ള ഒരു ആക്സസ് ഉണ്ടാവണം. നമ്മളോട് വന്ന് അവരുടെ വിഷമങ്ങളും വേദനകളും പറയാൻ അവർക്ക് പറ്റണം. അങ്ങനത്തെ ഒരു ആത്മബന്ധം, സ്നേഹബന്ധം അവരോടുണ്ടാവണം. ഈ സ്നേഹം ഏറ്റവും അധികം ഉണ്ടാവേണ്ടത് ഉമ്മമാർക്കാണ്. എന്താ ഉണ്ടാവാത്തത്? മക്കളോട് സ്നേഹം ഉണ്ടാവാത്തത്? ഈ സ്നേഹം നഷ്ടപ്പെടാതെ ഉപദേശിക്കാൻ പഠിക്കണം. സ്നേഹം നഷ്ടപ്പെടാതെ അവരെ കൂടെ നിന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനാവണം. അതിന് പലർക്കും പറ്റുന്നില്ല. നമ്മൾ അവരെ ഉപദേശിക്കാനും നന്നാക്കാനും തുടങ്ങുന്നതോടുകൂടെ നമ്മൾ തെറ്റി ആകെ പ്രശ്നമായി. ഉമ്മയായി ജീവിതത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി ഉമ്മയായി മാറും. നമുക്ക് സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഗുണകാംക്ഷയോടുകൂടെ ഇഷ്ടത്തോടുകൂടെ സംസാരിക്കാനാവണം. നമ്മൾ എന്തിനാണ് ഈ കയർത്ത് സംസാരിക്കുന്നത്? എന്തിനാണ് ഈ ദേഷ്യപ്പെടുന്നത്? എന്തിനാണ് ഈ ചാടിക്കളിക്കുന്നത്? അതിൻ്റെ ഒരു പ്രശ്നം തരും. ഒരിക്കലും ഈ കുട്ടിയോട് ദേഷ്യപ്പെടുമ്പോൾ ആ കുട്ടി എന്താ ചിന്തിക്കുക? അല്ല, ഞാനിപ്പോൾ ഈ ചെയ്തതിനിപ്പോൾ ഉമ്മ ഇത്രമാത്രം ദേഷ്യപ്പെടാനുള്ള ഒരു ഗുരുതരമായ തെറ്റാണോ ഞാൻ ചെയ്തത്? എന്തിപ്പോൾ അവൾ ചെയ്ത തെറ്റ്? അവൾ ചായ കുടിച്ച ഗ്ലാസ് ആ ജനലിൻ്റെ തിണ്ടിൽ വെച്ചു. കുടിച്ച ഗ്ലാസ് എന്തുകൊണ്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചില്ല? അതിനിപ്പോൾ എന്താ പറയണത്? ഏതോ ഒരു അന്യ ചെറുപ്പക്കാരൻ്റെ കൂടെ വീട്ടിൽ കയറി വന്ന ഒരു പെൺകുട്ടിനോട് ദേഷ്യപ്പെടുന്ന രൂപത്തിൽ അമ്മ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ ഇവള് ചിന്തിക്കണം എന്താ വെച്ചാൽ, ഇമ്മപ്പം ഈ പറയണതൊക്കെ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? അപ്പൊ നമ്മൾ ദേഷ്യപ്പെട്ട് കണ്ണുരുട്ടി കണ്ണ് ചുവപ്പിച്ച് ചോദിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവണില്ല ഉമ്മ എത്രമാത്രം. ഉമ്മ ദേഷ്യപ്പെടുന്നത് ഈ തെറ്റിന്റെ ഗൗരവം കൊണ്ടല്ല, ഉമ്മന്റെ മനസ്സിലെ മറ്റെന്തൊക്കെയോ ചിന്തകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ടാണ് ഉമ്മ ദേഷ്യപ്പെടുന്നത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ മാത്രമുള്ള മനഃശാസ്ത്രം കുട്ടിക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ കുട്ടികളോടൊന്നും ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം. എങ്ങനെ നമ്മൾ ദേഷ്യപ്പെടുക സുഹൃത്തുക്കളെ? നമ്മൾ ഏറ്റവും കരളിന്റെ കഷ്ണങ്ങളായി കാണുന്ന സ്നേഹനിധികളായ നമ്മുടെ കുട്ടികളോട് എങ്ങനെ നമ്മൾ പരുഷമായി പറയാ, പരുക്കമായി പറയാ? അതുകൊണ്ട് സ്നേഹഭാഷണങ്ങൾക്ക് തടസ്സം വരാൻ പാടില്ല. മോനെ മോളെ എന്ന് വിളിച്ച് ഇഷ്ടത്തോടുകൂടെ പറയാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ സംസാരങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാകും. ഒരു ഉമ്മയ്ക്ക് തരുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയാതെ പോകും. ഒരു വാപ്പയ്ക്ക് തരുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയാതെയാകും. നിങ്ങളുടെ അടുത്തിലേക്ക് വരാൻ അവർ ഭയപ്പെടും. നിങ്ങളുടെ അടുക്കിലേക്ക് വരാൻ ഭയപ്പെടും. നിങ്ങളോട് മിണ്ടാൻ അവർ പേടിക്കും. അവർ എല്ലാ വേദനകളും മനസ്സിലൊതുക്കും. പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും, പറയാൻ ആളില്ലെന്ന് വിചാരിച്ച്. അതുകൊണ്ട് സ്നേഹം നഷ്ടപ്പെടാത്ത ബന്ധം മക്കളിൽ ഉണ്ടാക്കാൻ, സ്നേഹം കൊണ്ട് അവരെ സ്വാധീനിക്കാൻ, ഒരവിഹിതമായ ബന്ധം എല്ലാത്തിനെയും തോൽപ്പിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാലും ഉമ്മയുടെ മുഖത്ത് നോക്കി കണ്ണീര് കാണുമ്പോൾ ഇറങ്ങിപ്പോകാൻ കഴിയാത്തൊരു ബന്ധം ഹൃദയം കൊണ്ടുണ്ടാക്കാൻ നമുക്ക് പറ്റണം. ആ സ്നേഹമാണ് സുഹൃത്തുക്കളെ പിന്നീട് അവർ നമുക്ക് തിരിച്ചു തരുന്നത്. ആ സ്നേഹമാണ് പിന്നീട് അവർ നമുക്ക് തിരിച്ചു തരുന്നത്. സ്നേഹം കൊണ്ട് സ്വാധീനിക്കായാൽ ആ സ്നേഹത്തിന്റെ കയറുകൊണ്ട് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നിടത്ത് അവരെ നിർത്താൻ പറ്റും, യാതൊരു സംശയവുമില്ല. ഞാനിത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഉദാഹരണമുണ്ട്. ഒരു പയ്യനേറ്റൊരു ഉമ്മ എൻ്റെ അടുക്കൽ വന്നു. അപ്പൊ ആദ്യം വന്നപ്പോൾ ആ ഉമ്മ ഇവനെ ഇരുത്തിയിട്ട് അവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. അവൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അങ്ങനെ ഇരുന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മണിക്കൂറുകളോളം സംസാരിച്ചിട്ട് ഉമ്മൻ്റെ ഒരു അവസ്ഥയും ഉമ്മയും അവനും തമ്മിലുള്ള ബന്ധവും ഉമ്മ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞ് പൂർത്തിയായി. അവൻ എൻ്റെ ഒരു മനസ്സിലൊരു അലിവൊക്കെ വന്ന് മുഖമൊക്കെ മാറി, ഉമ്മ പറയും പോലെ പോകാന്നൊക്കെ ആയി. അപ്പം ഞാൻ വീണ്ടും ഉമ്മനെ വിളിച്ച്. ഇനിയിപ്പോൾ ഉമ്മ പഴയതൊന്നും പറയേണ്ട കാര്യമില്ല, പക്ഷെ ഉമ്മാരല്ലേ, ഉമ്മക്ക് ആദ്യം എന്നോട് പറഞ്ഞതൊക്കെ ഉമ്മക്ക് ഒന്നും കൂടി പറയണം. അപ്പം ഞാൻ എന്നാ പറഞ്ഞോട്ടെ വിചാരിച്ച്. അപ്പം അവനെ പറ്റില്ല കംപ്ലയിൻറ്റ്സ് ഞാൻ പറഞ്ഞതൊക്കെ പരിഹരിച്ചിട്ട് നിങ്ങൾ പറയണ്ട ഒക്കെ ഉമ്മ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ച് ഓരോന്ന് പറയുമ്പോഴും അവൻ അങ്ങനെ കരയാൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിപ്പോൾ ആദ്യം കരയാത്തവൻ ഇപ്പം ആ വിഷയമൊക്കെ കേട്ടപ്പോൾ എന്തേ കരയാൻ കാരണം? അവന് ഉമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, അതുകൊണ്ടാണത്. ഉമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടാണ് അവനിപ്പോൾ കരയണത്. ഉമ്മ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സുഹൃത്തുക്കളെ അവനെയും ഉമ്മനെയും പരിചയമില്ലാത്ത ഒരാൾ വേണം. നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കട്ടെ.
നിങ്ങൾക്ക് അവരോടുള്ള ഗുണകാംക്ഷ അവൻ അനുഭവിച്ചറിയട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹത്തിന്റെ ചൂട് അവർ നിങ്ങളോടൊപ്പം നിന്ന് അനുഭവിക്കട്ടെ. നിങ്ങളുടെ തടവലുകൾ കൊണ്ടും നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ ചേർത്ത് പിടിക്കൽ കൊണ്ടും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവർ നിങ്ങളോടൊപ്പം വരും. നിങ്ങളെ പിണക്കാൻ അവർക്ക് പറ്റില്ല, നിങ്ങളെ വേർപിരിയാൻ അവർക്ക് പറ്റില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. മക്കളെ വളർത്തുമ്പോൾ രണ്ടാമത്തൊരു കാര്യം അതാണ്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, മറ്റു ചിലതുണ്ട്. ആൾക്കാർ വന്നിട്ട് പറയും, അവളെ ഒരു തഹജ്ജുദ് ഒഴിവാക്കാത്ത കുട്ടിയാണ്, അവൾ ആ സലഫി മഫ്ത മാത്രമേ ഇടുള്ളൂ, ഒരാൺകുട്ടിനോട് മര്യാദക്ക് നിന്നോളൂ, വർത്താനം പറയില്ല. എന്തിനാപ്പോൾ അവളെ കൊണ്ടുവന്ന് നിങ്ങൾ? അവളിപ്പോൾ ഒരു പ്രേമത്തിൽ കുടുങ്ങിയിട്ട് കൗൺസിലിംഗ് കൊടുക്കാനേ കൂടും. അപ്പം ഞാൻ ചോദിക്കും, ഈ തഹജ്ജുദ് മുഴുവൻ നിസ്കരിക്കണ, 5 വക്തും തെറ്റാതെ നിസ്കരിക്കണ, നല്ല വലിയ മഫ്ത ധരിക്കുന്നത് ഇവൾക്ക് എങ്ങനെ ഇത് പറ്റി? അവിടെയാണ് എൻ്റെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു മദ്രസ പറഞ്ഞയച്ചു, ആ കുട്ടി ഒന്നിങ്ങനെ മനസ്സ് തട്ടി ഒന്ന് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് മാത്രം നമ്മുടെ കുട്ടികൾക്ക് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കരുത്. എന്തിനെക്കുറിച്ചാണോ ആ കുട്ടിനെ ബോധ്യപ്പെടുത്തേണ്ടത്, ആ വിഷയം തന്നെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താതെ പറ്റില്ല സുഹൃത്തുക്കളെ. വിവാഹം അത് ആ കുട്ടിനെ ബോധ്യപ്പെടുത്തിയെങ്കിലേ അവൾ വിവാഹത്തെക്കുറിച്ച് അനുകൂലമായി ചിന്തിക്കുള്ളൂ. പ്രേമത്തിൻ്റെ അപകടം മനസ്സിലാവണമെങ്കിൽ പ്രേമം എന്നത് എന്താണെന്ന് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. അതിന് ഇസ്ലാമിക വശവും ഭൗതികമായ വശവും. ഈ ബോധ്യപ്പെടുത്തലുകൾ ഇല്ലാതെ കുട്ടി മദ്രസയിൽ പോയിട്ടുണ്ട്, അറബി കോളേജിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു നിന്നാൽ ഇന്നത്തെ നാട്ടിൽ സംഭവിക്കുന്ന അപകടങ്ങൾ സത്യത്തിൽ എന്താ അറിയോ, അതിനെക്കുറിച്ച് ബോധമുള്ളവർക്ക് മാത്രമേ അതിനെതിരെ ചിന്തിക്കാൻ പറ്റുള്ളൂ. നേരത്തെ സുഹൃത്ത് റഷീദ് പറഞ്ഞു, ഇവിടെ പെൺകുട്ടികളുടെയൊക്കെ മാനസികാവസ്ഥ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മാറുന്നത്? നിങ്ങൾ ഈ ജെൻഡർ ന്യൂട്രൽ സംഭവം വന്നതോടുകൂടെ എന്താണെന്ന് വിചാരിച്ചാൽ, ആൺകുട്ടിനെ പോലെ തന്നെയാണ് ഞാനും എന്ന് ചിന്തിക്കാത്ത പെൺകുട്ടികളില്ല. ഇപ്പം മുമ്പ് നമ്മളിപ്പോൾ ഒരു 18 വയസ്സായാൽ ആൺകുട്ടി ബൈക്ക് വേണമെന്ന് പറയും, ഇപ്പൊ പെൺകുട്ടി ബൈക്ക് വേണമെന്ന് പറയും. ആൺകുട്ടി ടൂറ് പോകണമെന്ന് പറയും, പെൺകുട്ടികളും ടൂറ് പോകണമെന്ന് പറയും. ആൺകുട്ടി പാൻറ് വേണമെന്ന് പറയും, പെൺകുട്ടിയും ജീൻസ് വേണമെന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടുന്നുണ്ടാവുന്ന കാര്യമാണ്. ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടുകളെ മാറ്റാൻ നമുക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ എന്താണ്, വലിയ അപകടങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ഡേറ്റിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. പണ്ട് കാലത്ത് എന്താണ്, യാദൃച്ഛികമായി കാണുമ്പോൾ ഉണ്ടാവുന്ന പ്രേമല്ല. ഇപ്പം അങ്ങനെയല്ല. ഒരു പ്രശ്നമില്ലാത്തൊരു കുട്ടി എന്ത് ചെയ്യണമെങ്കിൽ ഓൻ്റെ മൊബൈൽ എടുത്ത് ആപ്ലിക്കേഷൻ പിന്നെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഡേറ്റിംഗ് ആപ്പ് കയറ്റിയിട്ട്, എന്താ ഡേറ്റിംഗ് ആപ്പ്, ഓരോരുത്തരും അവനവൻ്റെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ആപ്ലിക്കേഷനിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു പെൺകുട്ടി അവന് പറ്റിയ ഒരു കാമുകനെ കണ്ടെത്തുക, ഒരാൺകുട്ടി അവന് പറ്റിയ ഒരു കാമുകിയെ കണ്ടെത്തുക. അപ്പോൾ ഒരു പ്രമുഖമായിട്ടുള്ള കേരളത്തിലെ ഒരു കോളേജ്, ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഇതിന് മാത്രമായിട്ടുള്ള സ്ഥലമുണ്ടെന്നാണ്. ഇങ്ങനെ പരിചയപ്പെട്ട ആളുകൾക്ക് ഏതോ ആൺകുട്ടികൾ, അവർക്ക് ഈ ക്യാമ്പസിലെ പെൺകുട്ടിനെ വന്ന് കാണാൻ പ്രത്യേകമായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വന്നിട്ട് അവർ കാണും ഈ പരിചയപ്പെട്ട് സെലക്ട് ചെയ്ത പുരുഷനെ. കണ്ട് സംസാരിക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന നിങ്ങൾ തൊട്ടടുത്ത ലോഡ്ജിൽ പോയാൽ അവർക്ക് റൂം കിട്ടും. ഒരു പരിചയമില്ലാത്ത ഒരാളെ കൂടെ എന്ത് ചെയ്യണമെങ്കിൽ, ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ കൂടെ അവർ അന്തി ഉറങ്ങാണ്. ഞാൻ അതല്ല ഞാൻ പറയണത്, ആ കുട്ടിൻ്റെ മനസ്സാണ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ, ഏതെങ്കിലുമൊക്കെ പയ്യന്മാർ വല്ല പെൺകുട്ടികളെയും കൂട്ടിയിട്ട് വല്ല ട്രെയിനും കയറി പോവുകയാണെങ്കിൽ ചിലവൊക്കെ ഓൻ വഹിക്കും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഓൻ്റെ പോക്കറ്റിലെ പൈസയാണ് ചിലവാക്കുക. ഇപ്പം ഈ റൂം എടുക്കുമ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ, ഈ പെൺകുട്ടി പകുതി കൊടുക്കണം, അവരും പകുതി എടുക്കുന്നു. ഇതൊന്നും കഥയല്ല സഹോദരങ്ങൾ. എങ്ങനെ പകുതി അവൾ വഹിക്കണത്? ആണിനെ പോലെ തന്നെയാണ് ഞാനും എന്നാണ്. എത്ര സൗകര്യമായി ആണുങ്ങൾക്ക് ആലോചിക്കും നിങ്ങൾ, പുരുഷന്മാർക്ക് എത്ര സൗകര്യമാണ്. എന്തൊക്കെ സ്ത്രീകൾ ചിന്തിക്കുന്നുവോ അതെല്ലാം പുരുഷന്മാർക്ക് അനുകൂലമായ ചിന്തകളാണ്. വിവാഹം വേണ്ടാന്ന് ഒരു പെൺകുട്ടി തീരുമാനിച്ചാലോ, വിവാഹം വേണമെന്ന് തീരുമാനിച്ചാൽ അവൾ ഒരു ഭർത്താവിൻ്റെ, ഒരു പുരുഷന്റെ അനുഭവത്തിൽ മാത്രം ജീവിച്ചാൽ മതി. വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചാലോ എല്ലാവരുടേതുമാണ് അവൾ. എല്ലാ പുരുഷന്മാർക്കും അവളെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള ഒരു വഴി ഒരുക്കലാണ് വിവാഹിതരാവാതെ ജീവിക്കുവാൻ നമ്മുടെ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. അവരെ ആർക്കും ലഭ്യമാകും. ഈ ഡേറ്റിംഗ് ആപ്പ് എന്തിനാ? പെൺകുട്ടികളെ രക്ഷപ്പെടുത്താനല്ല. ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ
ഏൽക്കുമോ അവൻ വല്ലതും? ഏൽക്കും. ഈ ഡേറ്റിംഗ് ആപ്പിൽ കണ്ട് ഒരു ദിവസം രാത്രി ഉറങ്ങിയിട്ട് അവൾ ഗർഭിണിയായാൽ, ഒരു അബോർഷൻ ചെയ്താൽ ഒരു പ്രസവത്തെക്കാളും വലിയ കാര്യമാണ്. ഇൻഫെർട്ടിലിറ്റിയുടെ ഏറ്റവും ഒന്നാമത്തെ കാരണമാണ് അബോർഷൻ. ജീവിതകാലം മുഴുവൻ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ അവിഹിതമായ കുട്ടിയെ പോറ്റണം. അവനൊന്നും അറിയണ്ട. കാരണം അവൻ അറിയേണ്ട കാര്യമേ ഇല്ല. ഒരു എഗ്രിമെന്റ് ഇല്ല, കരാറില്ല, വിവാഹമില്ല, ഒന്നുമില്ല, പരിചയം പോലുമില്ല. ഡൽഹിയിൽ ഒരു പെൺകുട്ടിനെ അറുത്ത് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചത് എന്തുകൊണ്ടറിയോ? പരിചയമില്ലാത്ത ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടതാണ്. അതായത് ഒരു പരിചയമില്ലാത്ത ഒരു പുരുഷനെ കണ്ടെത്തുകയാണ്. അയാൾക്കൊരു ഉത്തരവാദിത്വമല്ല, അയാൾ പറഞ്ഞ അഡ്രസ്സ് പോലും ശരിയല്ല. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം അതത് പ്രായങ്ങളിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ നിങ്ങളുടെ ഒരു കുട്ടി ഏതെങ്കിലും ഒരു അന്യന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് സമയത്ത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കാര്യം നമുക്കുണ്ട്. വിവാഹത്തെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും ലഹരിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്ക് MBBS-ഉം എഞ്ചിനീയറിങ്ങും ഒക്കെ വാങ്ങിക്കൊടുക്കണ പോലെ തന്നെ അവരുടെ ജീവിത സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടുള്ള മതപരമായ അടിത്തറകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കാതെ നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോവുകയോ അപകടങ്ങളിൽ പെടുകയോ ഒക്കെ ചെയ്താൽ സുഹൃത്തുക്കൾ, അതിൻ്റെ ഉത്തരവാദിത്തം വാപ്പ അമ്മ എന്നുള്ള നിലക്ക് നമുക്കുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ അടിത്തറകളും ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പറഞ്ഞു തന്ന കാര്യങ്ങളിൽ നമ്മൾ ശരിയായി അറിഞ്ഞ് ജീവിക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള തണൽ നമ്മുടെ ദീൻ തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ നമുക്കറിയാം, ജനബാഹുല്യം കൊണ്ട് പല ആളുകളും നടത്തിയ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് പോലും കണ്ടെത്താത്ത അത്ര ആളുകൾ നമ്മുടെ ജില്ലാ കോൺഫറൻസ് ഉണ്ട്. കണ്ണൂർ ജില്ലേൻ്റെത് നിങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. പോലീസ് മൈതാനത്തിൽ എത്ര വിശാലമായ ഒരു മഹാസംഘമായിരുന്നു അത്. അപ്പോൾ എന്തിപ്പോൾ ആൾക്കാരൊക്കെ പാടെ വന്ന് സുഹൃത്തുക്കളെ? ആൾക്കാരൊക്കെ പാടെ എന്താ വരാൻ കാരണം? പ്രസംഗകന്മാരെ കണ്ട് വന്നതല്ല. അതായത് കുടുംബം എന്ന് പറയുന്നത് എന്താണ്? ഗൾഫിൽ പോയി 40 കൊല്ലം നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു 500 കിലോ സ്വർണം വീട്ടിൻ്റെ അലമാരയിൽ ഉണ്ടായിട്ടൊന്നും കുടുംബ സമാധാനം ആകണമെങ്കിൽ ഉമ്മ കേൾക്കേണ്ട ചില വർത്തമാനങ്ങളുണ്ട്, വാപ്പ കേൾക്കേണ്ട ചില വർത്തമാനങ്ങളുണ്ട്, മക്കൾ കേൾക്കേണ്ട ചില വർത്തമാനങ്ങളുണ്ട്. അതൊക്കെ കേട്ടെങ്കിൽ തന്നെ വീട്ടു സമാധാനം ഉണ്ടാവും. എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സത്യത്തിൽ ആളുകളൊക്കെ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇന്നിപ്പോൾ കുടുംബത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പീസ് റേഡിയോയുടെ എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ അത്രമാത്രം പ്രാധാന്യം ഒരുപക്ഷെ ഈ കുടുംബ സംവിധാനങ്ങളിൽ ഒരു നല്ല ഇടപെടലുകൾക്ക് പീസ് റേഡിയോക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൽ മുഴുവനും ഉണ്ടാക്കിയ, ഇനി നടക്കാൻ പോകുന്ന ഫാമിലി കോൺഫറൻസുകളിലും ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാട് അതാണ്. നമ്മുടെ കുടുംബത്തിലേക്ക് ദീൻ വരുമ്പോൾ അത് പുതിയൊരു മാറ്റത്തിൻ്റെ കാരണമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ദീനിയായൊരു സദസ്സ് പോകുമ്പോൾ അല്പം ബുദ്ധിമുട്ടിയാലും അസൗകര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളെ വണ്ടിയിൽ നിങ്ങളെ ഭാര്യനെയും കുട്ടീനെ നിങ്ങൾ കൂട്ടണം. ആഴ്ചയിൽ കച്ചവട പീടിയെ കുറച്ച് നേരത്തെ അടിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ക്യാഷിലുള്ളവരെ ഒന്ന് ഏൽപ്പിച്ചിട്ട്, ഇന്നൊരു ലേണിംഗ് ക്ലാസ്സിൻ്റെ ദിവസമാണ്, അപ്പോൾ ഭാര്യയും കുട്ടികളവിടെ കാത്തുക്കുണ്ടാവും, ഞാനൊന്ന് പോട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റണം. ഇവിടെ പങ്കെടുത്ത എല്ലാവരും കുടുംബത്തോടൊപ്പം ഇസ്ലാമിക ആശയങ്ങളെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അവരുമായി ദീന് സംവദിക്കാൻ പറ്റുള്ളൂ. ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പരസ്പരം ആ ക്ലാസ്സിലെടുക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെങ്കിൽ ഒരു സദസ്സിൽ നമ്മൾ ഒന്നിച്ചു പോയി ദീൻ കേൾക്കുമ്പോൾ നമുക്ക് ദീൻ നമ്മുടെ മക്കളോടും ഭാര്യയോടും ഒക്കെ പറയുവാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കും. അവർ പോകുന്നത് മറ്റൊരു ക്ലാസ്സിലും നമ്മൾ പോകുന്നത് വേറൊരു ക്ലാസ്സിലും ആകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ അവസരം കിട്ടിക്കോണമെന്നില്ല. ഒരു പള്ളിയിൽ ജുമാക്ക് നമ്മൾ ഒന്നിച്ചു പോയാൽ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഖുത്ബയെക്കുറിച്ചൊരു വാക്ക് പറയാതിരിക്കാൻ നമുക്ക് പറ്റുമോ? ആ പറയുന്നതിൽ ചില മെസ്സേജുകൾ നമുക്ക് പരസ്പരം കൈമാറാനുണ്ടാകും. ദീന് കൊണ്ടേ ഇഹലോകത്തും പരലോകത്തും നമുക്ക് സമാധാനം ലഭിക്കൂ. ആ സമാധാനം ഏറ്റവും നമ്മിൽ പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമാധാനമുള്ളൊരു ജീവിതം ഇവിടെ സാധ്യമാകാൻ ഞാൻ ഇവിടെ പറഞ്ഞ അടിത്തറകളിൽ നിന്നുകൊണ്ടുള്ള ഒരു നല്ല കുടുംബ ജീവിതത്തിന് നമ്മൾ പരിശ്രമിക്കുക. ആത്മാർത്ഥമായി അള്ളാഹുവോട് ചോദിക്കുക, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്ൻ. റബ്ബേ, എൻ്റെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് കൺകുളിർമയുള്ള ഒരു ജീവിതം എനിക്ക് തരണം. നല്ല വാർത്തകളും നല്ല സ്വപ്നങ്ങളും നല്ല പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നതിൽ നമ്മുടെ ഈ ഇസ്ലാമിക് കോൺഫറൻസ് തീർന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ പുതിയ ചില മാറ്റങ്ങൾ കുറിക്കാൻ
നമുക്ക് പറ്റണം. അങ്ങനെ കൂടുതൽ സമാധാനം പുലരുന്ന, സന്തോഷം പുലരുന്ന ഒരു ഭൂമിയിലെ സ്വർഗമാകാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു